മലയാളിയുടെ പൊതു മണ്ഡലത്തെ കൂടുതൽ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കാനും മതേതരമാക്കാനും എക്കാലത്തും പ്രവർത്തിച്ചിരുന്നതും സാഹിത്യ നിരൂപകര് തന്നെയാണ്. പൊതുബുദ്ധിജീവി എന്ന ഒന്ന് മലയാളത്തിൽ ഉണ്ടാവുന്നത് സാഹിത്യ നിരൂപണവുമായി ചേർന്നുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ലാന്ന് തോന്നുന്നു. ഓരോ കാലത്തും പ്രധാനപ്പെട്ട സാഹിത്യ വിമർശകർ മലയാളത്തിലെ പൊതുബുദ്ധിജീവികളായി മാറുകയും അവർ പൊതുമണ്ഡലത്തിന്റെ ധാരണകൾ രൂപീകരിക്കുകയും ചെയ്ത ഒരു ചരിത്രം കൂടിയാണ് ആധുനിക കേരളത്തിന്റെ ചരിത്രം തോന്നുന്നു. അപ്പൊ കുറഞ്ഞ കാലമേ വിമർശനത്തിന് സാഹിത്യ നിരൂപണത്തിനുള്ളൂ എങ്കിലും നമ്മെ ഒരു ജനാധിപത്യ മതേതര സമൂഹമാക്കി നിലനിർത്തുന്നതിലും ആ നിലയിൽ നമ്മെ ചലിപ്പിക്കുന്നതിലും സാഹിത്യ നിരൂപണത്തിന് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയമായി തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യവഹാരത്തെ കുറിച്ച് കൂടിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് സാഹിത്യ നിരൂപണം എന്നതിന് സംഘ നിരൂപണത്തെ നമുക്ക് എങ്ങനെയാണ് ഒന്ന് നിർവചിക്കുക അല്ലെങ്കിൽ വിശദീകരിക്കാൻ സാധിക്കുക? അപ്പൊ വിമർശനത്തിന്റെ ഭിന്ന ഭിന്നമായ പ്രതലം ഉണ്ടാവും, വാക്കിന് തന്നെ വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്. അതിൽ നിന്ന് എങ്ങനെയാണ് സാഹിത്യ വിമർശനം മാറി നിൽക്കുന്നത്? ഒന്ന്. രണ്ട്, വിമർശനത്തിന്റെ പ്രസക്തിയും പ്രാധാന്യം എന്താണ്? അത് നിലനിൽക്കേണ്ടുന്ന ഒന്നാണോ? ഇത് രണ്ടുമാണ് ആമുഖമായിട്ട് ചോദിക്കാനുള്ളത്. കഴിയുന്നത്ര 5 മിനിറ്റ് ഉണ്ട്. ഈ വംശനാശം എന്ന ജീവി എന്നൊക്കെ പറയുമ്പോഴല്ലോ മുഴുവൻ സമയം നിരൂപകൻ മൊത്തത്തില് സത്യമാണ്. ഈ മലയാളത്തിൽ ഏറ്റവും കുറച്ച് ആളുകളുള്ള ഒരു 11 പേരെ തികച്ചെടുക്കാനില്ലാത്ത ഒരു സാഹിത്യശാഖ ടീമാണ് സാഹിത്യ നിരൂപകരുടേതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്നാൽ ഈ 11 പേരില്ലാത്ത ടീമിന് ഇത്രയും ആളുകളൊക്കെ കേൾക്കാൻ വന്നിരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ സുല്ലിൽ കൂടെ അത്ഭുതപ്പെട്ടിരിക്കുന്നു. ഈ സാഹിത്യ നിരൂപണത്തെ കുറിച്ച് കേൾക്കാൻ ഇത്രയും മനുഷ്യർ എന്തോ കുഴപ്പം, ഇവർക്കാണോ നമുക്കാണോ എന്നായിരുന്നു ഞങ്ങളിവിടെ സംശയിച്ചിരുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം സാഹിത്യ നിരൂപണം എന്താണ് ഒരു സമൂഹത്തിൽ സാഹിത്യത്തിൽ ചെയ്യുന്നത് എന്നുള്ളത്. അതായത് ഏറ്റവും കുറച്ചു മാത്രം വായിക്കപ്പെടുന്ന സാഹിത്യ നിരൂപണമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം, അത് എഴുതുന്ന നിരൂപകർക്കും അറിയാം. എന്നാൽ ഏതാണ് മികച്ച സാഹിത്യം എന്ന്, അല്ലെങ്കിൽ നമ്മൾ കാണാത്ത നമ്മൾ വായിക്കേണ്ട സാഹിത്യം എന്താണ് എന്ന്, എന്താണ് ഇതിൻ്റെ ക്വാളിറ്റി എന്ന് നിശ്ചയിക്കുന്നതിനകത്ത് ഈ സാഹിത്യ നിരൂപണം വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. മാത്രമല്ല സാഹിത്യം നമ്മുടെ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്ന, എന്തിന് നമ്മുടെ കുട്ടികളെയും സംസ്കാരത്തെയും രൂപപ്പെടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന ഘടകമായി സാഹിത്യം മാറുന്നത് ഈ സാഹിത്യ നിരൂപകരുടെ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ക്രിട്ടിക്കൽ അക്ലൈമിൻ്റെ അടിസ്ഥാനത്തിലാണ്. മകമായ ഒരു പ്രവർത്തനവും ശാസ്ത്രീയമായ ഒരു പ്രവർത്തനവുമാണ്. കാരണം അതിനകത്ത് വ്യാഖ്യാനമുണ്ട്, വിശദീകരണം ഉണ്ട്. അത് പഠനവിധേയമാക്കുന്ന കൃതിയെ അതിക്രമിച്ചുകൊണ്ട് ഒരുപക്ഷെ ആ കൃതിക്ക് എതിരായ ഒരു പുതിയ പാഠം കൂടി നിർമ്മിക്കുകയോ ചെയ്യുന്നുണ്ട്. അതങ്ങനെ സാഹിത്യത്തെ ആധാരമാക്കുകയും സാഹിത്യത്തിൽ നിന്ന് പുറത്തു കിടക്കുകയും ചെയ്ത് പുതിയ എന്തായാലും ഒരു വാക്കില്ല, പരിപ്രേക്ഷ്യം എന്ന് പറഞ്ഞാൽ മതിയോ, അതിൻ്റെ ശരിക്കും അർത്ഥം എനിക്കറിയാൻ വയ്യ. അപ്പം അങ്ങനെ ഒരു പുതിയ കാഴ്ചപ്പാട് ആളുകളുടെ ഇടയിൽ അത് എത്തിക്കുന്നു. ഇത് സാഹിത്യ നിരൂപണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. മേനോനെ കുറിച്ച് ഒരുപക്ഷെ മലയാളത്തിൽ ഏറ്റവും ആഴമേറിയ ആദ്യത്തെ പഠനം മാഷിന്റെ കൂടിയാണ് ഞാൻ കരുതുന്നത്. അഴീക്കോട് CP അച്യുതമേനോനെ സ്ഥാനപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും പത്രവിമർശനത്തിന്റെ നേതാവ് എന്നൊക്കെയുള്ള ചില ഉപപദവികൾ ഒതുക്കിയപ്പോൾ മാഷോ TP സുകുമാര മാഷോ TT പ്രഭാകരനോ ഒക്കെ ചേർന്ന് 80കളുടെ മധ്യത്തിൽ CP അച്യുതമേനോനെ മലയാള വിമർശനത്തിന്റെ പ്രാരംഭ സ്ഥാനമായിട്ട് സ്ഥാനപ്പെടുത്തേണ്ട. ഇപ്പൊ ഇവിടെ ഖണ്ഡന മണ്ഡന വിമർശനം അല്ലെങ്കിൽ അപഗ്രഥനം അല്ലെങ്കിൽ സിദ്ധാന്ത കേന്ദ്രിതം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന വിമർശനത്തിന്റെ സ്വഭാവങ്ങളൊക്കെ CPയിൽ കാണാൻ പറ്റും. നമ്മൾ ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ CP നിലനിൽക്കുന്ന മലയാള സാഹിത്യ വിമർശനത്തിന്റെ പ്രാരംഭഘട്ടത്തെ ഒരു നൂറ്റാണ്ടിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ മാഷ് എങ്ങനെയാണ് അതിനെ വിശകലനം ചെയ്യുന്നത് എന്നറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രസിദ്ധരായ 2 വിമർശകരുടെ കൂടെ കഥ എഴുതുന്ന ഒരാളിരിക്കുമ്പോഴുള്ള സ്വാഭാവികമായ ഒരു സങ്കോചം ഉണ്ട്. ഇവിടെ PK രാജശേഖരൻ പറഞ്ഞതുപോലെ സാഹിത്യ വിമർശകൻ ഒരു സാമൂഹ്യ ധർമ്മം ഉണ്ട്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ 1889 തൊട്ട് CP അച്യുതമേനോൻ 6 കൊല്ലക്കാലം ചെയ്ത ജോലി, സാഹിത്യ വിമർശനം എത്രമാത്രം വിസ്മയകരമായിരുന്നു എന്ന് കൂടുതൽ തെളിച്ചത്തോടെ തിരിഞ്ഞു വരുന്നുണ്ട്. അത് അദ്ദേഹം കൃത്യമായിട്ടൊരു മാസിക തുടങ്ങുമ്പോൾ, സാഹിത്യ മാസിക തുടങ്ങുമ്പോൾ അതിൻ്റെ ആദ്യത്തെ പകുതി പേജുകൾ സാഹിത്യ വിമർശനത്തിന് മാറ്റിവെക്കുകയും ശേഷിച്ച പകുതി പേജുകൾ പുതിയ വാസനാവികൃതി പോലെയുള്ള കഥകളും നോവൽ ഭാഗങ്ങളും അതുപോലെ ഇംഗ്ലീഷിൽ നിന്നും
സംസ്കൃതത്തിൽ നിന്നുമുള്ള പ്രസിദ്ധങ്ങളായ കൃതികളും വിവർത്തനം ചെയ്തുകൊണ്ട് മലയാളികളെ പരിചയപ്പെടുത്തണം. അതുവരെ അങ്ങനൊരു പരിപാടി ഇല്ല. ഒരു പരിചയപ്പെടുത്തൽ ഒന്നും ഇല്ലാത്തൊരു കാലത്ത് കൃത്യമായ സാമൂഹ്യ ലക്ഷ്യത്തോടു കൂടിയിട്ട് ഒരു ധർമ്മം നിർവഹിക്കാനുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടിയിട്ട് ഓരോ വിമർശന പദ്ധതി തുടങ്ങുകയാണ് CP അച്യുതമേനോൻ എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. സാഹിത്യ വിമർശനവും പുസ്തക നിരൂപണവും തമ്മിലുള്ള വ്യത്യാസം വിദ്യാവിനോദിനിയിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. മാർത്താണ്ഡവർമ്മ ഇന്ദുലേഖ പോലുള്ള കൃതികൾ അദ്ദേഹം വിലയിരുത്തുമ്പോൾ ആ പുസ്തകങ്ങളുടെ ശീർഷകം കൊടുക്കുകയും പുസ്തക നിരൂപണം ചെയ്യുമ്പോൾ പുതിയ പുസ്തകങ്ങൾ, 2 പുസ്തകങ്ങൾ, 1 പുസ്തകം എന്നുള്ള രീതിയിൽ ശീർഷകങ്ങൾ കൊടുക്കുകയും ചെയ്തുകൊണ്ട് പുസ്തക വിമർശനം എന്താണ്, പുസ്തക നിരൂപണം എന്താണ് എന്ന് കൃത്യമായിട്ട് വ്യവച്ഛേദിച്ച് മനസ്സിലാക്കിക്കൊണ്ടാണ്. മാത്രമല്ല ഭാഷയെക്കുറിച്ചുള്ള വളരെ കൃത്യമായ അവബോധം, മലയാള ഭാഷയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് അത് പൂർവ്വ ദ്രാവിഡ ഭാഷയിൽ നിന്നും വരുന്നതാണെന്നുള്ളൊരു സങ്കല്പം ആദ്യം അവതരിപ്പിക്കുന്നത് CP അച്യുതമേനോനാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, പഴയ വിമർശനത്തിൽ നിന്ന് സംസ്കാര വിമർശനം എങ്ങനെയാണ് മാറുന്നത്, അതിന്റെ അടിസ്ഥാനങ്ങൾ എന്താണ് എന്നത്? വിമർശനത്തിന്റെ ചരിത്രം നോക്കിയാൽ ഇപ്പം നേരത്തെ രാജശേഖരനോട് പറഞ്ഞ ആദ്യഘട്ടത്തിൽ മലയാളത്തിൽ വിമർശനം അറിയപ്പെട്ടത് തന്നെ ഗുണദോഷ നിരൂപണം എന്ന പേരിലാണ്. ഒരു കൃതി എടുക്കുക, അതിൻ്റെ മേന്മകൾ എന്തൊക്കെയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുക, അത് തമ്മിൽ താരതമ്യപ്പെടുത്തി ഭാഷാപരമായിട്ടോ വ്യാകരണപരമായിട്ടോ അലങ്കാര കൽപ്പനയിലോ ഒക്കെയുള്ള സവിശേഷതകളും മെച്ചങ്ങളും പോരായ്മകളും ഒക്കെ ചൂണ്ടിക്കാണിച്ച് അതിൻ്റെ ഒരു വെളിച്ചം ഉണ്ടാക്കി കൊടുക്കുക എന്ന മട്ടിലാണ് ആദ്യഘട്ടത്തിലെ നമ്മുടെ വിമർശനം വരുന്നത്. അതുകൊണ്ടാണ് ഗുണദോഷ നിരൂപണം എന്ന പേര് തന്നെ വന്നത്. പിന്നീട് സാഹിത്യ വിമർശനം, ഇപ്പൊ കുട്ടിക്കൃഷ്ണമാരാര് രാജാങ്കണത്തിൽ പറയുന്ന കാര്യമുണ്ട്, സംസ്കൃത സാഹിത്യത്തിൽ നിരൂപണമില്ല. സംസ്കൃത സാഹിത്യത്തിൽ സാഹിത്യ മീമാംസയുണ്ട്, ലക്ഷണഗ്രന്ഥങ്ങളുണ്ട്, കവിശിക്ഷ പോലുള്ള അഭ്യസന രീതികളുണ്ട്, വ്യാഖ്യാനിച്ച് അന്വയിച്ച് അർത്ഥം പറയുന്ന സമ്പ്രദായങ്ങളുണ്ട്. ഇതൊക്കെ കമ്പോട് കമ്പ് അറിയുന്ന ആളാണ് മാരാര്. പക്ഷെ മാരാര് പറയുന്നത് സംസ്കൃത സാഹിത്യത്തിൽ നിരൂപണമില്ല. മാരാര് അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, മഹാഭാരതത്തിന്റെ രസം ശാന്തമാണെന്ന് പറയുന്ന സമയത്ത് ആനന്ദവർദ്ധനൻ നിരൂപണത്തിലേക്ക് എത്തുന്നുണ്ട്. പക്ഷെ ഒരു ചുവടുകൂടി വെക്കണം. ആ ചുവട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കലാവസ്തുവിനെ, അത് സാഹിത്യ വിമർശനം മാത്രമല്ല, ഒരു കലാവസ്തുവിനെ അതിൽ തന്നെ പൂർണ്ണമായ മറ്റൊന്നിനെയും ആശ്രയിക്കാതെ നിലനിൽക്കുന്ന ഒരു സ്വയം പര്യാപ്ത വസ്തുവായി കണ്ട്, എ തിങ് ഇൻ ഇറ്റ്സെൽഫ് എന്നൊക്കെ പറയുന്ന ഒരു സ്വയം പര്യാപ്ത സാമഗ്രിയായി കണ്ട് അതിൻ്റെ അനുഭൂതി സാരത്തെ അതിൻ്റെ തന്നെ ആന്തരിക ഘടകങ്ങൾ കൊണ്ട് വിശദീകരിക്കുക. അത് ഭാഷയാകാം, ശൈലീരൂപങ്ങളാകാം, രൂപസംവിധാനമാകാം, ലാവണ്യം എന്നതിനെ കുറിച്ചുള്ള നിരൂപകന്റെ സവിശേഷമായ വീക്ഷണങ്ങളാവാം. ഇവയെല്ലാം മുൻനിർത്തി ഒരു കലാവസ്തുവിനെ സ്വയം പര്യാപ്തമായ ഒരു സാമഗ്രിയായി കണ്ട് അതിനുള്ളിൽ നിന്ന് തന്നെ തെളിയിച്ചെടുക്കുക എന്നതാണ് സാഹിത്യ നിരൂപണം ചെയ്ത ഒരു കാര്യം. അതുകൊണ്ടാണ് 19-ാം നൂറ്റാണ്ടിലോ 18-ാം നൂറ്റാണ്ട് അവസാനത്തോടെയാണ് കലയുടെ അടിസ്ഥാന മൂല്യം ലാവണ്യമാണ് എന്ന് വന്നത്. ഇമ്മാനുവൽ കാന്റാണ് ലാവണ്യത്തെ ഒരു ബേസിക് കാറ്റഗറിയായി ഉറപ്പിക്കുന്നത്. അതുവരെ കല എന്ന് പറയുന്നത് രാജഭക്തിയോടോ രാജസ്തുതിയോടോ ദൈവഭക്തിയോടോ ദേശവർണ്ണനയോടോ നാനാതരം കാര്യങ്ങളോട് കെട്ടുപണഞ്ഞാണ്. അതിന്റെ കേന്ദ്രം എസ്തെറ്റിക് അല്ല. എസ്തെറ്റിക് ആവുന്നത് ആധുനികമായ ഒരു സന്ദർഭത്തിലാണ്. അത് കല മറ്റൊന്നിനെ ആശ്രയിക്കുന്നില്ല. കലയ്ക്ക് അതിൻ്റെ സ്വയം പര്യാപ്തതയുണ്ട് എന്ന ഒരു സങ്കല്പവും ആ സ്വയം പര്യാപ്തതയെ അതിൻ്റെ ലാവണ്യാനുഭവത്തെ വിശദീകരിക്കുകയും ചെയ്യുക എന്നതാണ്. ആ നിലയ്ക്ക് ആലോചിച്ചാൽ സാഹിത്യ വിമർശനം സൃഷ്ടിച്ചെടുത്ത കാറ്റഗറിയാണ് സാഹിത്യമെന്ന് കാണാം. സാഹിത്യം ഉണ്ടാക്കിയ സാഹിത്യ വിമർശനമല്ല. സാഹിത്യ വിമർശനത്തിലൂടെ നിലവിൽ വരുന്ന ഒന്നുകൂടിയാണ് സാഹിത്യത്തിന്റെ സ്വകീയത എന്ന് പറയുന്നത്. ഇങ്ങനെ സാഹിത്യം എന്ന ഒരു ജനുസിനെ തന്നെ അതിൻ്റെ ആധാരത്തെ ഉറപ്പിച്ചെടുക്കുന്ന ഒരു വിജ്ഞാന വ്യവഹാരം എന്ന നിലയിൽ സാഹിത്യ നിരൂപണം നിലവിൽ വന്ന് ഏതാണ്ട് 1 നൂറ്റാണ്ടെങ്കിലും പിന്നിട്ട് അതിൻ്റെ ജീവിതത്തിന് ശേഷമാണ് വാസ്തവത്തിൽ സാഹിത്യത്തിൻ്റെ സാഹിതീയതയാകട്ടെ, ഭാഷാരൂപമാകട്ടെ, ശില്പ സംവിധാനമാകട്ടെ ഒക്കെ നിരവധിയായ ഇതര ഘടകങ്ങൾ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു വലിയ നിർമ്മാണ പ്രക്രിയയുടെ ഭാഗമാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാകുന്നത്. വാസ്തവത്തിൽ കേരളത്തിൽ ഈ തിരിച്ചറിവ് സംസ്കാര വിമർശനമൊക്കെ പ്രബലമാകുന്നതിന് വളരെ മുമ്പേ അവതരിപ്പിച്ച ഒരാളുണ്ട്. അത് കേസരി ബാലകൃഷ്ണപിള്ളയാണ്. കേസരി ബാലകൃഷ്ണപിള്ളയുടെ പ്രസ്ഥാന വിമർശനം ഒരു 50 കൊല്ലം കഴിഞ്ഞ് കേരളത്തിൽ പറക്കാനിരിക്കുന്ന ഈ
സാംസ്കാരിക വിമർശനത്തിന്റെ പൂർവ്വരൂപമാണ്. നരവംശപരവും മനഃശാസ്ത്രപരവും ചരിത്രപരവും ഭാഷാപരവും ഒക്കെയായ ഘടകങ്ങളെ മുൻനിർത്തിക്കൊണ്ട് എങ്ങനെയാണ് ഒരു സാഹിത്യകൃതി ഒരു അനുഭവ മൂല്യം സൃഷ്ടിക്കുന്നത് എന്നാണ് കേസരി ആലോചിച്ചത്. ഇപ്പൊ ചങ്ങമ്പുഴയുടെ കാവ്യശൈലിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ചെറുശ്ശേരിയിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു വംശാവലി ചരിത്രം കണ്ടെത്തി എങ്ങനെയാണ് ചെറുശ്ശേരിയുടെ ഭാഷ പരിണമിച്ച് ചങ്ങമ്പുഴയിൽ എത്തുന്നത് എന്നതിന്റെ വംശാവലി സ്പന്ദിക്കുന്ന അസ്ഥിമാടത്തിന്റെ അവതാരികയിൽ അദ്ദേഹം നിർമ്മിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസ്കാരിക വിമർശനം എന്നത് ഒരർത്ഥത്തിൽ സാഹിത്യ വിമർശനമല്ല. കാരണം സാഹിത്യ വിമർശനത്തിന്റെ കാതലായി നിന്ന സാഹിത്യകൃതിയുടെ സൗന്ദര്യാത്മക മൂല്യം എന്നത് അതിനുള്ളിൽ സംഭൃതമായ ഒന്നാണ് എന്ന് സാംസ്കാരിക വിമർശനം കാണുന്നില്ല. സൗന്ദര്യാനുഭവം എന്നത് അത് സൗന്ദര്യാനുഭവത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, സൗന്ദര്യാനുഭവം ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് സൗന്ദര്യാനുഭവം അതിഭൗതികമായ ഒരു സത്താവൽക്കരിക്കപ്പെട്ട ഒന്നല്ലെന്നും അത് നാനാതരത്തിലുള്ള അതിൽ രൂപസംവിധാനമുണ്ട്, ശൈലിയുണ്ട്, മനോഘടനകളുണ്ട്, ചരിത്രപരമായ അംശങ്ങളുണ്ട്. ഇവ തമ്മിലുള്ള കെട്ടുപിണയൽ എങ്ങനെയാണ് സൗന്ദര്യാനുഭവം എന്ന് പറയുന്ന ഒരു അനുഭവ മൂല്യത്തെയും അതിൻ്റെ സാഹിത്യമായ ആവിഷ്കാര രീതികളെയും നിർമ്മിക്കുന്നത് എന്ന ചോദ്യമാണ് സാംസ്കാരിക വിമർശനം ഉന്നയിക്കുന്നത്. അത് ഇപ്പൊ കേസരി തന്നെ പറയുന്ന ഒരു വാക്യമുണ്ട്, എന്താണ് ശൈലി? അദ്ദേഹം പറയുന്നുണ്ട്, ഒരു കാലഘട്ടം ജന്മം നൽകിയ വികാരഘടനയുടെ സവിശേഷമായ ഒരു ആവിഷ്കാരമാണ് ശൈലി. അതല്ലാതെ ശൈലി ബഫൺ പറയുന്നത് പോലെ സ്റ്റൈൽ ഈസ് ദ മാൻ എന്നല്ല. സ്റ്റൈൽ ഈസ് ദ മാൻ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ശൈലിയെ എഴുത്തുകാരന്റെ വ്യക്തിത്വത്തോട് മാത്രം ബന്ധിപ്പിക്കുന്നു. കേസരിയെ സംബന്ധിച്ച് ശൈലി എന്ന് പറയുന്നത് ഒരു കാലം രൂപപ്പെടുത്തിയ അനുഭവ ഘടനയുടെ സവിശേഷമായ ആവിഷ്കാരമാണ്. ഇങ്ങനെ കാലബന്ധങ്ങൾ ഊറിക്കൂടി നിൽക്കുന്ന അനുഭവ ഘടനയുടെ ഒരു ആവിഷ്കാര സ്ഥാനം എന്ന നിലയ്ക്ക് കലാവസ്തുവിനെ കാണുകയും അതിനെ വിശദീകരിക്കാൻ ശ്രമിക്കുകയും. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. അതിൻ്റെ അർത്ഥം കലയുടെ സ്വകീയതയെ നിഷേധിക്കുകയോ സൗന്ദര്യാത്മക മൂല്യത്തെ നിഷേധിക്കുകയോ കല എന്ന് പറയുന്നത് ആശയപ്രസ്താവനകളാണ് എന്ന് വാദിക്കുകയോ ഒന്നുമല്ല. മറിച്ച് ഈ സൗന്ദര്യാനുഭവം എന്ന് പറയുന്നത് തന്നെ സാമൂഹികവും ചരിത്രപരവുമായ ബന്ധങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്നതാണെന്നും സൗന്ദര്യാനുഭൂതി എന്നത് ഒരു ചരിത്രാത്മകമായ ഭൗതികമായ പ്രക്രിയയാണ് എന്നുമാണ് വാസ്തവത്തിൽ സാംസ്കാരിക വിമർശനം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം. പക്ഷെ നമ്മുടെ സാംസ്കാരിക വിമർശനം പലപ്പോഴും ഇതിനെയെല്ലാം ഉപേക്ഷിച്ചിട്ട് കൃതിയിൽ നിന്ന് പ്രത്യക്ഷമായി കാണുന്ന പ്രസ്താവനകൾ എടുത്ത് ആ പ്രസ്താവനകളെ മുൻനിർത്തി കൃതിയുടെ അർത്ഥം പ്രഖ്യാപിക്കുകയും വിധിക്കുകയും ചെയ്യുന്നതോടെ വാസ്തവത്തിൽ പരാജയപ്പെടുന്നത് സാംസ്കാരിക വിമർശനമാണ്. സാംസ്കാരിക വിമർശനം ഒരു കൃതി ഏകമാനമായ ഒരു സത്തയല്ല, ഒരൊറ്റ പ്രവണതയല്ല, എത്രയോ ബലങ്ങൾ കൂടിക്കലർന്നു നിൽക്കുന്നു. ഷേക്സ്പിയറിൽ നിങ്ങൾക്ക് റേസിസം കാണാം, ഡോസ്റ്റോയെവ്സ്കിയിൽ ആന്റിസെമിറ്റിസം കാണാം. പക്ഷേ ഷേക്സ്പിയറിൽ റേസിസം മാത്രമല്ല, ഡോസ്റ്റോയെവ്സ്കിയിൽ ആന്റിസെമിറ്റിസം മാത്രമല്ല. ഇതെങ്ങനെ കെട്ടുപിണയുന്നു എന്ന ആലോചനയ്ക്ക് പകരം കൃതിയെ സത്താവൽക്കരിച്ച് അതിന് ശാശ്വതമായ അർത്ഥം കൽപ്പിച്ചത് ഇതാണ് കൃതി എന്ന് മുദ്രയടിക്കുന്നത് പണ്ട് കാലത്തെ അതിഭൗതിക വീക്ഷണത്തെക്കാൾ ഏതെങ്കിലും നിലയിൽ മെച്ചപ്പെട്ട ഒരു വിമർശന രീതിയെയല്ല, അത് വാസ്തവത്തിൽ കൃതികളെ സത്താവൽക്കരിക്കുന്ന ദൈവാനുഗ്രഹമാണ് എന്ന് പറയുന്നത് പോലെയുള്ള പഴയ യുക്തിയുടെ വേഷം മാറിയുള്ള വരവാണ്. അതിനെ ദയവായി സാംസ്കാരിക വിമർശനം എന്ന് തെറ്റിദ്ധരിക്കരുത്.